പ്രതിപക്ഷ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ റൂൾ 50 നോട്ടീസ് കൊടുത്തത്. കളമശ്ശേരിയിൽ നടന്ന പോലീസ് അതിക്രമം, മലപ്പുറത്തും കോഴിക്കോട് യൂത്ത് ലീഗുകാർക്കെതിരായി നടന്ന പോലീസ് അതിക്രമം ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ പോലീസ് അതിക്രമങ്ങളാണ് നടന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പോലീസ് വാഹനത്തിലിട്ട് മർദ്ദിക്കുന്ന സ്ഥിതി മലപ്പുറത്തും കളമശ്ശേരിയിലുണ്ടായി. അതിനേക്കാൾ പ്രധാനം സർക്കാരിന് ഇല്ലാത്ത അധികാരം, പോലീസിന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ പ്രവർത്തകരെ, നിരപരാധികളായ ആളുകളെ, വീടുകളിൽ കിടന്നുറങ്ങുന്നവരെ വരെ കരുതൽ തടങ്കൽ നിയമം അനുസരിച്ചിട്ട് അറസ്റ്റ് ചെയ്യുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 151 അനുസരിച്ച് അങ്ങനെ ആളുകളെ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്യും എന്ന് സംശയമുള്ള ആളുകളെ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം എന്ന് പറയുന്നത് എങ്ങനെയാണ് കൊഗ്നൈസബിൾ ഒഫൻസ് ആവുന്നത്? അപ്പോൾ ഇതുവരെ നടത്തിയിരിക്കുന്ന കരുതൽ തടങ്കൽ അറസ്റ്റുകളെല്ലാം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഇത് AK ഗോപാലന്റെ കേസിൽ സുപ്രീം കോടതി, പിന്നീട് മനേകാഗാന്ധിയുടെ കേസിൽ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള കാരണങ്ങളില്ലാതെ കരുതൽ തടങ്കലിൽ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മുഖ്യമന്ത്രി 1-2 പേരെയുള്ള സമരത്തിൽ എന്ന് പറഞ്ഞ് പരിഹസിക്കുക. അതേ അവസരത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ സംഘടിതമായി വന്ന് നൂറുകണക്കിന് പോലീസുകാരെ ആക്രമിച്ചു എന്നുള്ള പരാതിയും ഒരേ അവസരത്തിൽ പറയുകയാണ്. മുഖ്യമന്ത്രിക്ക് സമരത്തോട് പുച്ഛമാണ്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് മോഡിയുടെ അതേ സമീപനമാണ് പിണറായി വിജയനുള്ളത്. സമരത്തെ പുച്ഛമാണ്. സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുക, അവര് തീവ്രവാദികളാണെന്ന് പറയുക, അവരെ പലതരത്തിലുള്ള വാക്കുകൾ കൊണ്ട് അവരെ വിശേഷിപ്പിക്കുക, ഇതാണ് രീതി. എന്നിട്ട് ഇദ്ദേഹം ഈ ഒരാളോ രണ്ടാളോ ചെയ്യുന്ന സമരത്തിൽ നിന്ന് പേടിച്ച് 42 സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. കേരളത്തിൽ ഏത് പോലീസ് ജില്ലയിൽ ഇറങ്ങിയാലും ആ പോലീസ് ജില്ലയിലെ മുഴുവൻ പോലീസുകാരെ, 1000-ഓളം പോലീസുകാരെ അണിനിരത്തിയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. മുക്കിന് ആളെ നിർത്തി. അപ്പോൾ പഴയ പിണറായി വിജയനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്, പേടിയില്ലാത്ത പിണറായി വിജയനെ കുറിച്ച്. ഞങ്ങൾ അതാണ് പറഞ്ഞത്, പഴയ പിണറായി വിജയനായാലും പുതിയ പിണറായി വിജയനായാലും ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അദ്ദേഹത്തിനാണ് ഭയം. 2 യൂത്ത് കോൺഗ്രസ്സുകാർ വഴിയിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു കരിങ്കൊടി ഉയർത്തി പ്രതിഷേധം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പോലീസുകാരുടെ ഇടയിലേക്ക് പോയി ഓടി ഒളിക്കുന്ന ഭീരുവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, ഒരു സംശയമില്ല. എന്നിട്ട് ഒരു പെൺകുട്ടിയെ നടുറോഡിൽ വെച്ച് അധിക്ഷേപിച്ചു. എല്ലാ മാധ്യമങ്ങളും അത് കൊണ്ടുവന്നതാണ്. അവരെ ക്രൂരമായി അടിച്ചാണ് ആ വാഹനത്തിൽ കയറ്റിയത്. കളമശ്ശേരി CIക്ക് എന്താ അധികാരമുള്ളത്? ഒരു പെൺകുട്ടിയെ വനിതാ പോലീസ് ഇല്ലാതെ പുരുഷ പോലീസ് ചെയ്തപ്പോൾ അതിനെതിരായി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതേ ഉദ്യോഗസ്ഥൻ കളമശ്ശേരിയിലെ CI ആ കളമശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഓടി നടന്നു പേപ്പറ്റിയെ പോലെ ഞങ്ങളുടെ കുട്ടികളെ തല്ലിച്ചതച്ചു, ക്രൂരമായി തല്ലിച്ചതച്ചു, സമനില തെറ്റിയ പോലെ നടന്നത്. ഒരേ കേസിൽ 2 ആൾ, ഷാഫി പറമ്പിൽ MLA കയ്യേറ്റം ചെയ്തത് അതേ ഉദ്യോഗസ്ഥനാണ്. അയാൾക്കെതിരായി നടപടിയെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ മാത്രമല്ല, ഷാഫി പറമ്പിൽ ഈ വിഷയത്തിന് നോട്ടീസ് കൊടുത്ത് സംസാരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ സംസാരിക്കുമ്പോഴും ഒരു ഷൗട്ടിംഗ് ബ്രിഗേഡ് രൂപീകരിച്ചിരിക്കുകയാണ് LDF-ൽ CPM. എന്നിട്ട് അവരെ കൊണ്ട് നിരന്തരമായി ശല്യപ്പെടുത്തുകയാണ്. ഞങ്ങളിപ്പോ അവരുടെ ഒക്കെ നിയോജക മണ്ഡലങ്ങളിൽ പോയി പ്രചരിപ്പിക്കേണ്ടി വരും. അവരെല്ലാം ഇവിടെ വന്നിട്ട് എന്താണ് ഈ നിയമസഭയിൽ വന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവരുടെ നിയമസഭയിൽ മണ്ഡലത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിപാടിയായിട്ട് ഞങ്ങൾ ഇറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരന്തരമായി ഒരു സംഘം അവരെ ചുമതലയേൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പുറത്തുനിന്ന് ആരും സംസാരിക്കാൻ പാടില്ല, പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പാടില്ല, തുടർച്ചയായി തടസ്സപ്പെടുത്തുക. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം മാത്രമല്ല സഭ സംഭിപ്പിച്ചത്, പ്രതിപക്ഷത്തിനേക്കാൾ വലിയ റോള് സഭ സംഭിപ്പിക്കാൻ ഇന്ന് പങ്കുവഹിച്ചത് ഭരണകക്ഷിയാണ്. കാരണം അവരാണ് വെല്ലിലിറങ്ങുകയും ബഹളം ഉണ്ടാക്കുകയും തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തതെന്ന് ഭരണപക്ഷമാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. നികുതിക്ക് ഭീകരതയ്ക്കെതിരായി നടത്തുന്ന സമരം ഞങ്ങൾ പല രീതിയിൽ സമരം ചെയ്തില്ലേ. രാപ്പകൽ സമരം നടത്തി, കളക്ടറേറ്റ് മാർച്ച് നടത്തി, സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, ഇനിയും പലതരത്തിലുള്ള സമരങ്ങളുണ്ട്. യുവജന സംഘടനകൾ സമരം ചെയ്യുന്നുണ്ട്, UDF സമരം ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ്, കേരള കോൺഗ്രസ്, എല്ലാവരും സമരം ചെയ്യുന്നുണ്ട്. സമരം ചെയ്യാൻ പാടില്ല, അത് പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ് എന്ന രീതിയിൽ മാറ്റിയെടുക്കാനുള്ള അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം കറുപ്പിനോട് വെറുപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷെ പോകുന്ന സ്ഥലത്തെല്ലാം കറുപ്പ് കണ്ടാൽ ആളുകളെ കൊണ്ടുപോകാണ്. ഞാൻ പറഞ്ഞല്ലോ, ടൂർ വന്ന പിള്ളേര്
അരൂരിൽ നിന്ന് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ അതിൽ 3-4 പേര് കറുപ്പ് ഷർട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് 8 മണിക്കൂർ അവരെ കരുതൽ തടങ്കലിൽ വെച്ചു. അവർ കോൺഗ്രസ്സുകാരൊന്നും ആയിരുന്നില്ല. അരൂരിൽ നിന്ന് അവരുടെ മാതാപിതാക്കൾ വന്നതിന് ശേഷമാണ് ഈ 8 പേരെ തിരിച്ചു കൊണ്ടുപോയത്. ടൂർ പോകാൻ പാടില്ല, വഴിയിൽ ആരെങ്കിലും മരിച്ച കരിങ്കൊടി പൊക്കാൻ പാടില്ല, അതിൽ കൂടി കാരണം മുഖ്യമന്ത്രി പോകുമെന്നാണ് പറയുന്നത്. ഇതെന്താണ് കേരളത്തിൽ? വെള്ളരിക്കാ പട്ടണം പോലെ ആക്കിയാണ് കേരളത്തിൽ. അദ്ദേഹത്തിനും ഭയമാണ് വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഈ പാലക്കാട് തന്നെ ഹെലികോപ്റ്ററിൽ പോയോ എന്ന് അവിടെ നിന്ന് സമരപരിപാടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ രാവിലെ പോയി കരുതൽ തടങ്കലിൽ ആളുകളെ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അവർ പ്രതിഷേധിച്ച് അവിടെ കരിങ്കൊടി ഉയർത്തിയത്. അപ്പൊ ഈ രീതിയിൽ ഞങ്ങളുടെ സമരമാർഗങ്ങളെ, ഞങ്ങളുടെ സമര രീതികളെ ഒന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ AKG സെന്ററിൽ നിന്നോ പറയുന്ന അനുസരിച്ച് സമരം ചെയ്യാൻ നിൽക്കുന്നവരല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമരരീതികളും ഭാവങ്ങളും ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയി സംസാരിച്ച് മുഖ്യമന്ത്രിക്കെതിരായി, ഉമ്മൻചാണ്ടിക്കെതിരായി കല്ലെറിഞ്ഞ പോലും ഒരു ചെറിയ കല്ല് പോലും വലിച്ചെറിയില്ല. ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവെന്ന്. ആരെങ്കിലും അങ്ങനെ ചെയ്ത ഉത്തരവാദിത്തം എനിക്കാണ്. ഒരു കോൺഗ്രസ്സുകാരനും ഒരു UDF-കാരനും അത് ചെയ്യില്ല. പേടിക്കുന്ന മുഖ്യമന്ത്രി. ഞങ്ങൾ ചെയ്യില്ല. അവരെന്നെ ചെയ്യുമെന്ന് അന്വേഷിച്ചാൽ മതി. ഞങ്ങൾ ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല. എന്നിട്ട് മുഖ്യമന്ത്രി വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് പരിഹസിക്കുക. ആലുവയിൽ കരിങ്കൊടി കാണിച്ചു, അങ്കമാലി കരിങ്കൊടി കാണിച്ചു. അത് കോൺഗ്രസിനകത്ത് പ്രശ്നമെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നമെന്ന്? ആലുവയിലെ MLA സാദത്തും അങ്കമാലിയിലെ MLA റോജി M. ജോണുമാണ്. അവര് സഹോദരന്മാരെ പോലെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതിൽ പാർട്ടിയിൽ എന്തോ പ്രശ്നമെന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. M. ഗോവിന്ദൻ മാഷിന്റെ ജാഥയിൽ ഇതുവരെ EP ജയരാജൻ പങ്കെടുത്തില്ല. സ്വന്തം ജില്ലയിലെ കാര്യം ഒന്ന് അന്വേഷിച്ചാൽ മതി, എന്നിട്ട് ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ വന്നാൽ മതി. ഞാൻ പറയാനുള്ളത് ഈ രീതിയിലാണ്. സമരം ഇല്ലാതാവില്ല. സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പോവാണ്. സർക്കാർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ജനങ്ങളോട് ചെയ്ത്, അതാണ് സമരത്തിന്റെ പുതിയ രീതി. ജനങ്ങളുമായി സംവദിക്കുക, അതുമായി മുന്നോട്ട് പോകും. അല്ല, അത് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ പറയണ്ടേ? ഞങ്ങളുടെ പോയിന്റ്, നികുതി വർധനവ് ഉണ്ടാകേണ്ടി വന്നത് ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും അനാസ്ഥ കൊണ്ടുമാണ്. 10,000-കണക്കിന് കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. ഞങ്ങളന്ന് ഗോൾഡിന്റെ കാര്യം പറഞ്ഞു, ബാറിന്റെ കാര്യം പറഞ്ഞു. IGST പൂളിൽ നിന്ന് 5,000 കോടി രൂപ മിസ് ചെയ്യുകയാണ്. ഗവൺമെന്റിന്റെ ഇൻഎഫിഷ്യൻസിയാണ്, കഴിവുകേടാണ്. അത് സാധാരണക്കാരന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ പറ്റുമോ? അപ്പൊ അത് ഞങ്ങൾ ജനങ്ങളുമായി, ഞങ്ങളുടെ സമര രീതി അതാണ്. ഞങ്ങൾ സർക്കാർ ചെയ്യേണ്ട, ഞങ്ങൾ ജനങ്ങളോട് പറയും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ രീതിയുമായി ഞങ്ങൾ പോകും.